പരിശുദ്ധ മദീനയിൽ കുബാ പള്ളിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ പള്ളിയുടെ പേരാണ് മസ്ജിദ് ബനി ഹുനൈഫ്. ഈ പള്ളിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. ഒരു ചരിത്രം. ചെറുപ്രായത്തിൽ തന്നെ ഇസ്ലാം മതം സ്വീകരിച്ച സ്വഹാബിയായിരുന്നു ത്വൽഅത്ത് ബിൻ ബറാ റളിയല്ലാഹു അൻഹു. ചെറുപ്രായത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ത്വൽഅത്ത് ബിൻ ബറാ റളിയല്ലാഹു അൻഹുവിനും തിരിച്ചും പരസ്പരം ഒരുപാട് സ്നേഹമായിരുന്നു. ഒരിക്കൽ ബഹുമാനപ്പെട്ട ത്വൽഅത്ത് ബിൻ ബറാ റളിയല്ലാഹു അൻഹു അസുഖമായി എന്നറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പള്ളി നിൽക്കുന്ന സ്ഥലത്ത് വരികയും എന്നതിന് ശേഷം അസുഖം വന്ന ത്വൽഅത്ത് ബിൻ ബറാ റളിയല്ലാഹു അൻഹു സന്ദർശിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തിറങ്ങിയതിനു ശേഷം അവരുടെ കുടുംബക്കാരോട് പറഞ്ഞു, ഞാൻ അവരിൽ മരണം കാണുന്നുണ്ട് എന്ന്. ത്വൽഅത്ത് ബിൻ ബറാ റളിയല്ലാഹു അൻഹുവിന് എന്ത് സംഭവിച്ചാലും ഉടനെ തന്നെ എന്നെ അറിയിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയും തിരിച്ചു പോവുകയും ചെയ്തു. എന്നാൽ രാത്രി സമയമായപ്പോൾ ത്വൽഅത്ത് ബിൻ ബറാ റളിയല്ലാഹു അൻഹുവിന് മരണത്തിന്റെ ലക്ഷണം വരികയായിരുന്നു. ആ സമയത്ത് കുടുംബക്കാർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിക്കണമെന്ന്. അപ്പോൾ ത്വൽഅത്ത് ബിൻ ബറാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, രാത്രി സമയമായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ല പ്രയാസങ്ങൾ വരാൻ കാരണമാകും, ആയതിനാൽ ഈ രാത്രി അറിയിക്കേണ്ട എന്ന് ത്വൽഅത്ത് ബിൻ ബറാ റളിയല്ലാഹു അൻഹു പറയുകയായിരുന്നു. അങ്ങനെ ആ സ്വഹാബി മരണപ്പെടുകയും കബറടക്കുകയും ചെയ്തു. വിവരം പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാവിലെ ഈ പള്ളി നിൽക്കുന്ന സ്ഥലത്ത് വരികയും അവരുടെ കബറിന്റെ അടുത്തുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. വഫാത്തിന്റെ സമയത്ത് ത്വൽഅത്ത് ബിൻ ബറാ റളിയല്ലാഹു അൻഹുവിന് 18 അല്ലെങ്കിൽ 19 വയസ്സായി. ഇതുപോലുള്ള വീഡിയോകൾ ദിവസം ലഭിക്കാൻ നമ്മൾ ഇൻസ്റ്റാഗ്രാമോ അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്.